ശരണം. അപ്പം ഞാനിവിടെ സൂര്യലിംഗത്തിൽ നിന്ന് വന്ന് കുറച്ചിങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഇത് കാർവിങ് സെൻ്ററുണ്ട് കേട്ടോ. അവിടെയാണ് ഞാൻ നിൽക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീ അരുണാചല ശില്പ കലിക്കൂട്ടം. ഞാൻ വാങ്ങിച്ച ശിവലിംഗത്തിന് ഒരു പീഠം ഉണ്ടാക്കണമായിരുന്നു. ആ ചേട്ടൻ വളരെ കുറഞ്ഞ തുകയ്ക്ക് ഉണ്ടാക്കി തന്നു കേട്ടോ. ആ ചേട്ടന്മാരാണ്. ആരെങ്കിലും വരുമ്പോൾ ഇവിടെ വരും കേട്ടോ. വളരെ നല്ല രീതിയിൽ ചെയ്തു തന്നു. പെട്ടെന്നൊരു 10 മിനിറ്റ് കൊണ്ട് ഇതുപോലെ പീഠം ഉണ്ടാക്കി തന്നു എനിക്ക് ശിവലിംഗം ഇത് വയ്ക്കാനായിട്ട്. ഇത് വയ്ക്കാം. അപ്പോൾ ചെയ്ത് കാണിക്കാം എല്ലാവരെയും. ഇതിങ്ങനെ ഇരിക്കുന്ന രീതിയിൽ അദ്ദേഹം ചെയ്തു തന്നു ഇതിനകത്ത് കേട്ടോ. ഞാൻ വെപ്രാളപ്പെട്ട് വെക്കുന്നതുകൊണ്ടാണ് വെക്കിയിരിക്കുന്ന രീതിയിൽ വെച്ച് തന്നു കേട്ടോ. ഉണ്ടാക്കി തന്നു. അപ്പോൾ എല്ലാവരെയും അറിയിക്കുന്നു. താങ്ക് യു. അപ്പോൾ വരുന്നവർ അവിടെ വരിക. അതൊന്നുകൂടി വെച്ച് സെറ്റാകാനുണ്ട്. ഞാനിപ്പോൾ വെപ്രാളപ്പെട്ട് അവിടെ ചരിഞ്ഞിരിക്കുക കല്ല്. അതുകൊണ്ടാണ് എല്ലാവരെയും കാണിക്കുന്നു. ഒരു ചെറിയ പീഠം അതുണ്ടാക്കണമെന്ന് ഞാൻ വിചാരിച്ചു. ഉണ്ടാക്കി എൻ്റെ കൂടെയുള്ളവർ മുന്നിലോട്ട് നടന്നു. നമ്മൾ സൂക്ഷ്മ ശരീരികളുടെ ഭാഗത്തുകൂടി നടക്കുന്നത് സ്ഥൂല ശരീരികളുടെ ഭാഗത്തേക്ക് മാറാം. ഞാൻ അങ്ങോട്ടേക്ക് മാറുന്നു. ഇപ്പോൾ ഇത് നമ്മുടെ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ സമയമായി. ആൾക്കാരൊക്കെ ഇത് ചെയ്യുന്നു ഇരിപ്പുണ്ട്. ഈ സമയത്ത് കുറച്ച് അധികം ആൾക്കാർ ഇതിനെ കാണും. ഗിരിവലം ചെയ്യാൻ കാണും. അപ്പം ഞാനും നടക്കുകയാണ്. അവരുടെ ഒപ്പം എത്തണം. അവർ 10-15 മിനിറ്റ് മുമ്പേ പോയി. ഞാനൊരു 15 മിനിറ്റായിട്ട് അവിടെ ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ അത് ചെയ്ത് കിട്ടാനായിട്ട് അപ്പോൾ ഞാനും അരുണാചലേശ്വരൻ എന്നെ മുന്നിലോട്ട് നടത്തുന്നു. എന്നെ അല്ല, നമ്മളെ മുന്നിലോട്ട് നടത്തുന്നു. അപ്പോൾ എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ. ദീർഘായുസ്, പൂർണ്ണാരോഗ്യം, സത്സന്താന സൗഭാഗ്യം, ധനധാന്യ സമൃദ്ധി, സർവകാര്യസിദ്ധി, സർവൈശ്വര്യം, സർവമനോകാമനാഭിഷ്ടം നടക്കട്ടെ. കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം, പൂർണ്ണാരോഗ്യം, ദീർഘായുസ്, നല്ല മാർക്കോടെ ഉന്നത വിജയം നേടി അവരാഗ്രഹിക്കുന്ന സർവീസിലോ പ്രൊഫഷനിലോ ജോലിയിലോ ജീവിത സാഹചര്യങ്ങളിലോ നല്ല വരുമാന മാർഗമുള്ള ഒരു തൊഴിൽ അല്ലെങ്കിൽ ജീവിത വൃത്തി സമ്പാദിച്ച് അവർക്ക് നല്ലൊരു സംസ്കാര സമ്പന്നമായ ജീവിത പങ്കാളി കിട്ടി നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ സാധിക്കട്ടെ എന്ന് സങ്കല്പം ചെയ്യുന്നു. എല്ലാവരുടെയും വീട്ടിൽ സന്തോഷം, സമാധാനം, ഐക്യമത്യം എല്ലാം കൂടി കിട്ടട്ടെ എന്ന് ഇത് ചെയ്യുന്നു. ഒരാൾ ബൈക്ക് വെപ്രാളപ്പെട്ട് വന്നതാണ്. ഇതായി ചെറിയ റോട്ടിൽ അഭ്യാസം കാണിക്കലാണ്. ആൾക്കാർ ഗിരിവലം ചെയ്യുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ശ്രീ നയനാർ അന്നദാന സേവ എന്ന് പറഞ്ഞ ബോർഡുണ്ട് ഇവിടെ. എപ്പോഴാണ് അന്നദാനം എന്താണെന്നറിയില്ല. അപ്പോൾ സമയം 7 മണിയുടെ അടുത്തായി കാണും. നോക്കില്ലേ, വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ സമയം നോക്കാൻ പറ്റുന്നില്ല. ഞാൻ മുന്നോട്ട് നടക്കുകയാണ്. വീഡിയോ എടുത്ത് ഒരു ചവിട്ടിയോ വെപ്രാളപ്പെട്ട് പോവുകയാണ്. കുതിരപ്പുറത്ത് പോണ പോലെയാണ് ബൈക്കുമായിട്ട് പോണത്. ഇത് ചെയ്യുന്നു. പിന്നെ ആശ്രമം എന്ന് പറയുന്നത് കരിമ്പിൻ ജ്യൂസ്, പച്ചക്കറിയൊക്കെ ഉണ്ട്. എല്ലാ കാര്യങ്ങളും ഉണ്ട്. നല്ലൊരു വൈബാണ്. ഇത് അമ്പലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗമാണ് കാണുന്നത് കേട്ടോ. നമ്മൾ വരണലിംഗത്തിലേക്ക് വരുന്നു. ആ ക്ഷേത്രത്തിൻ്റെ അരുണാചലം, തിരുവണ്ണാമല, ആ അരുണാചലം ഇതിൻ്റെ പുറകു ഭാഗമാണ് കാണുന്നത് കേട്ടോ. ഓരോ ഭാഗത്തു നിന്നും ഓരോ വ്യൂ ആണ്. ഓരോ ഭാഗത്തു നിന്നും ഓരോ വ്യൂ ആണ് ഇവിടെ കാണുന്നത്. നോക്കട്ടെ, ഇനി എവിടെ ചെല്ലുമ്പോൾ കാണാമെന്ന് അറിയില്ല. കാണിക്കാം. പ്രത്യേകിച്ച് ഇരുട്ടായി തുടങ്ങി. ശ്രീ പൊന്മുടിക്കോടി സ്വാമികൾ അവരുടെ ആശ്രമമാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ഫോട്ടോയുണ്ട്. ഇവിടെ ആനന്ദ മുക്തി
പ്രതയാഗപീഠം എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്വാമിയുടെ ആശ്രമമാണെന്ന് തോന്നുന്നു. അവിടെ ഇരിക്കുന്നുണ്ട് ആൾക്കാർ. ചെറിയ ആശ്രമം. കുംഭകോണം ഡിഗ്രി കോഫി ഒരു നല്ല ഇതുള്ളതാണ്. ഇതാണിപ്പോൾ ഇവിടെ വരുണലിംഗമാണ്. വരുണലിംഗം എൻ്റെ കൂട്ടത്തിലുള്ളവർ വരുണലിംഗം കഴിഞ്ഞ് മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വരുണലിംഗം തൊഴുത് മുന്നോട്ട് പോകാം. വരുണലിംഗം, വരുണൻ എന്ന് പറഞ്ഞാൽ ജന്മത്തിന് ഗർഭപാത്രത്തിൽ ആ ജലം ഇതായിട്ടാണ് പ്രൊട്ടക്ഷൻ കിട്ടുന്നത് ആ കുട്ടികൾ. അതിൻ്റെ പ്രാധാന്യമുണ്ട് വരുണന്. പടിഞ്ഞാറ് ഭാഗത്താണ് വരുണൻ കേട്ടോ. ഇതാണ് വരുണലിംഗം. ഇവിടെ ഓട്ടോറിക്ഷ ഇതൊക്കെ വന്ന് ആൾക്കാരുണ്ട്. ഇത് കഴിഞ്ഞ് ഞാൻ മുന്നോട്ട് പോകുന്നു. ഇവിടെ പുറത്തു നിന്ന് തന്നെ തൊഴുതിട്ട് കേട്ടോ. വരുണലിംഗം എല്ലാവരും കണ്ടല്ലോ. അവർക്കും അതിൻ്റെ അനുഗ്രഹം കിട്ടട്ടെ. അത് കഴിഞ്ഞിന് മുന്നോട്ട് പോകുന്നു. നടക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് കുഴിപ്പനിയാരം ഉണ്ടാക്കുന്ന അമ്മമാർ ഒക്കെയുണ്ട്. ഭക്ഷണസാധനങ്ങൾ ചിലർ കടയൊക്കെ അടച്ചു. കാര്യം ഇന്ന് ആൾക്കാർ കുറവാണെന്ന് തോന്നുന്നു. ഈ ചേട്ടൻ അഴിക്കുകയാണെന്ന് തോന്നുന്നു. കച്ചവടം അഴിക്കുകയാണ്. ഇപ്പോൾ 6 മണി കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർ ഇത് ചെയ്യും തോന്നുന്നു. ഈ അമ്പലം അടച്ചിട്ടാലും ഇത് നടക്കും കേട്ടോ. ഗിരിവലം നടക്കും. അങ്ങനെയാണ് അറിവ്. അമ്പലം അടച്ചിട്ടാലും ഗിരിവലം നടക്കും. ഇതെങ്ങനെയാണെന്നറിയില്ല. മൈക്ക് എന്തെങ്കിലും കൂടുതൽ കുറവുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. നമുക്ക് ഇത് ഗിരിവലം മനസ്സുകൊണ്ട് ഇത് ചെയ്യുക. അതിനകത്ത് സൗണ്ട് വന്നാലും ഇത് ചെയ്താലും പ്രശ്നമില്ല. കാര്യം ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ട്. ഈ മൈക്ക് വേണ്ട മലയുടെ അരുണാചലത്തിൻ്റെ പടിഞ്ഞാറ് വശം പുറകു വശമാണ് കാണുന്നത് കേട്ടോ. സാധിക്കും നാളെ രാവിലെ വണ്ടിയിൽ വന്ന് കാണിക്കാം. ഇത് ഈ ഭാഗം നാളെ രാവിലെ 10 മണിക്കാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണത്. അത് സാധിക്കുമെങ്കിൽ ആ സമയത്ത് വന്ന് പകൽ സമയത്ത് ഇവിടെ കാണിക്കാം. കാര്യം മുന്നിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ഇതിലും ഇവിടെ തിരു അരുപ്തപീഠം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതാണ്. വേണ്ട ഭജന കേൾക്കുന്നുണ്ട്. ഇവിടെ റിലാക്സേഷൻ ചെയറുകളുണ്ട്. ഇവിടെയാണ് ഭജന. ദയാപരൻ സമയത്ത് എന്നാണ്ടൊരു ഭജന. ഇത് നേരെ അമ്പലത്തിൻ്റെ മലയുടെ പുറകിലായിട്ട് വരും തോന്നണം. മുന്നോട്ട് നടക്കുകയാണ്. ഞാനല്ല, നമ്മൾ മുന്നോട്ട് നടക്കുന്നു. എൻ്റെ കൂടെയുള്ളവർ ടൈത്താണ്. അപ്പോൾ സൈഡിലിരിക്കുന്ന ചേട്ടന്മാർ ഓം നമഃ ശിവായ പറയുന്നുണ്ട്. ഇത് റെസ്റ്റ് റൂം സദ്ഗുരു ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്നു. ഇവിടെ ഭക്ഷണമൊക്കെ കൊടുക്കുന്നെന്ന് തോന്നുന്നു. എൻ്റെ കൂടെയുള്ളവർ മുന്നിലോട്ട് പോയി. ഇവിടെ ഇപ്പോൾ 9-10 മിനിറ്റായി. ഞാനിത് സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്ത വീഡിയോ തുടങ്ങുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ് ആൾ. താങ്ക് യു ആൾ. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പ. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ.